എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ട്രീറ്റ്മെന്റ് റൂം ആയിരിക്കും കാണിക്കുക. അവിടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ ചിന്ന സയാന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓന്നോ, ഇവന്റെ പൾസ് അത് വളരെ കുറവാണ്. പിന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ ആവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കൂടുതൽ അഡ്വാൻസ് ട്രീറ്റ്മെന്റ് അത് കൊടുക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ ഒരു ചിന്ന സയാൻ അവൻ കണ്ണു തുറക്കുകയാണ്. അവന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ പവർ അത് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ മുടിയനാണെങ്കിൽ ഇപ്പോൾ ഫ്രീസർ അടുത്തേക്ക് വരും. ഫ്രീസ ആണെങ്കിൽ ചിന്നസയന്റെ അവസ്ഥ ചോദിക്കും. അതിന് മുടിയൻ പറയും അവന് കുഴപ്പമൊന്നുമില്ല, ഇത്രയും വേഗം അവൻ ബാക്ക് ടു നോർമലാവും, എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. ഫ്രീസയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടാവാൻ പോകുന്നത് നിനക്കാണ്. അവരത് പറയുന്ന അതേ നിമിഷം ട്രീറ്റ്മെന്റ് റൂമിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഇവിടെ ആ ചിന്നസയൻ അവൻ പുറത്തേക്ക് വന്ന് ആ അസിസ്റ്റന്റിനെ അവനെ ചവിട്ടി മെതിക്കുകയാണ്. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ട്രീറ്റ്മെന്റ് റൂമിന്റെ ഒരു ഭാഗത്ത് സേഫായിട്ട് അങ്ങനെ ഒളിച്ചിരിക്കും. ശബ്ദം കേട്ട് ഫ്രീസയും മുടിയനും അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. ലാബ് തകർന്നു കിടക്കുന്നത് കണ്ട് ഇപ്പോ മുടിയനാണെങ്കിൽ ഷോക്കാവും. ഓ നോ, ചിന്നസയൻ അവൻ നമ്മൾ കരുതുന്നതിനെ കഴിഞ്ഞും തന്ത്രശാലിയാണ്. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഫ്രീസ ആണെങ്കിൽ ദേഷ്യപ്പെടും. അവൻ പുറത്തേക്ക് പോകാൻ പാടില്ല, അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. അവരത് പറയുന്ന ഗ്യാപ്പിൽ ചിന്നസയനാണെങ്കിൽ ഇപ്പൊ ലാബിലൂടെ പുറത്തേക്ക് വന്ന് ഫ്രീസയുടെ ആ ഒരു റൂം അത് ഓപ്പൺ ചെയ്ത് ആ ഡ്രാഗൺ ബോൾ കണ്ടെടുക്കുകയാണ്. യാഹൂ, ഈ മണ്ടന്മാരെ പറ്റിച്ച് ഞാൻ ഈ ഡ്രാഗൺ ബോൾ അത് സ്വന്തമാക്കും. അവരെന്നോട് ചെയ്തതിനുള്ള ശിക്ഷ അവർ ഉറപ്പായിട്ടും അനുഭവിക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോഹാനെ കാണിക്കും. അവനാണെങ്കിൽ ആ റഡാറിലൂടെ ഇപ്പൊ ആ വില്ലേജിലേക്ക് കടന്നു വരികയാണ്. അവനാണെങ്കിൽ ഒരുപാട് വിഷമം. കാരണം ഇവിടെ ഉണ്ടായിരുന്ന നമക്കേൻസിനെ എല്ലാം തന്നെ ആ ഒരു ചിന്നസയൻ അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വിഷമത്തിൽ അവൻ ചുറ്റും നോക്കും. അതേസമയം ഇവിടെ ആ ഫ്രീസയും മുടിയനും അവർ രണ്ടുപേരും ലാബിന്റെ മുക്കിലും മൂലയിൽ അന്വേഷിക്കും. അവനെ കാണാനില്ല. ഫ്രീസയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതിനോടകം തന്നെ ആ ചിന്നസയനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. തന്നെ സംഭവിച്ച അത് നമുക്ക് കനത്തൊരട്ടിയാണ്. ഇവിടെ ചിന്നസയൻ അവനാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ തന്നെ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുകയാണ്. എന്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്താൻ പോവാണ്. 5 ഡ്രാഗൺ ബോൾ എന്റെ കയ്യിലുണ്ട്. 6ാമത്തേത് നദിയിലും. ഇനി ഒരെണ്ണം കൂടെ മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത്. പക്ഷെ 5 ഡ്രാഗൺ ബോൾ കൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇവിടെ ചിന്നസയനാണെങ്കിൽ പുറത്തേക്ക് ഒരു വലിയ പവർ അത് അടിച്ചു വിടുകയാണ്. നിങ്ങളെപ്പോലെ ഒരു മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു പവർ അത് അവർക്ക് നേരെ ആഞ്ഞടിക്കും. അത് കണ്ട ആ മുടിയനും ഫ്രീസയും അവർ രണ്ടുപേരും ഷോക്കായി ആ ഒരു പവർ വന്ന ഭാഗത്തേക്ക് ഓടി അടുക്കുകയാണ്. ആ ഒരു ഗ്യാപ്പില് ചിന്നസയൻ അവനാണെങ്കിൽ ആ ഒരു ലാബിന്റെ ഗ്ലാസ് തകർത്ത് ഓരോരോ ഡ്രാഗൺ ബോൾസായി അവന്റെ പവർ ഉപയോഗിച്ച് ദൂരേക്ക് വലിച്ചെറിയും. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സമയമെന്ന് പറഞ്ഞ് അവസാനമായിട്ട് അവനും അവിടുന്ന് പുറത്തേക്ക് ചാടി പോവാണ്. ഈ മുടിയനുമാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അവിടേക്ക് എത്തും. ഫ്രീസയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓ നോ, അവനെ പോലെ ഒരു ചെറിയ സയന്റെ മുൻപിൽ ഞാനിപ്പോ തോറ്റിരിക്കുകയാണ്. എല്ലാം നീ കാരണമാണ്. എത്രയും വേഗം അവനെ കണ്ടെത്തണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഡ്രാഗൺ ബോൾസും ആ ഒരു ചിന്ന സയാനും അവൻ ഇവിടേക്ക് എത്തണം. എന്നെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എന്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നിന്റെ ദേഹത്തായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ വാല് നിലത്താഞ്ഞടിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ചിന്നസയാൻ അവനാണെങ്കിൽ പാറകൾക്കടയിൽ ഒളിച്ചിരിക്കുകയാണ്. പ്രിയം പറന്നു പോകുന്നത് കണ്ട് ചിന്നസയാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അവരുറപ്പായാലും ഫ്ലൈ ചെയ്ത് എന്നെ അന്വേഷിക്കുകയായിരിക്കും. പക്ഷെ വെള്ളത്തിനടിയിലൂടെ ഞാൻ എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ സ്വിം ചെയ്ത് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കൊഹാനാണെങ്കിൽ ആ റഡാറിന്റെ സിഗ്നൽ അനുസരിച്ച് നദിക്കരയിലെത്തും. യാഹൂ, അതുള്ളത് ഈ വെള്ളത്തിലാണ്. ഉറപ്പായാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അവൻ അധികം കഷ്ടപ്പെടാതെ തന്നെ ഇപ്പൊ ആ ഡ്രാഗൺ ബോൾ അത് വെള്ളത്തിനിടയിൽ നിന്ന് കണ്ടെത്തുകയാണ്. അവൻ ആ ഡ്രാഗൺ ബോളുമായിട്ട് മുകളിലേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു ചിന്നസയൻ അവൻ വെള്ളത്തിലൂടെ പുറത്തേക്ക് വന്ന് ദൂരേക്ക് വലിച്ചെറിഞ്ഞ ആ ഡ്രാഗൺ ബോൾസിന്റെ അടുത്തേക്ക് വരികയാണ്. യാഹൂ, ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ ഞാനിപ്പോ സേഫ് ആക്കി എന്റെ കയ്യിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കളക്ട് ചെയ്ത് വെച്ചാൽ ഒന്നും കളക്ട് ചെയ്യാനുള്ള 8ാമത്തെ ഡ്രാഗൺ ബോൾ അതും കൂടെ കിട്ടിയ എന്റെ മിഷൻ അത് കംപ്ലീറ്റ് ആവും. എറ്റേണൽ ലൈഫ് അത് ഞാൻ നേടിയെടുക്കും. നദിയിലുള്ള ഡ്രാഗൺ ബോൾ അത് എത്ര വേഗം കളക്ട് ചെയ്ത് 7ാമത്തത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവനങ്ങനെ നിൽക്കുന്ന സമയമായിരിക്കും മറ്റൊരു പവർ അവന് സെൻസ് ചെയ്യാൻ പറ്റുക. അവനാണെങ്കിൽ ദൂരേക്ക് നോക്കും. അത് ഫ്രീസയല്ല, മുടിയനല്ല, മറ്റാരോ ആണ്. അപ്പൊ അവ കാണും അത് മറ്റാരോ അല്ല, സാക്ഷാൽ നമ്മുടെ മുട്ടപ്പൻ. ഓ നോ, ഇതാ ഭൂമിയിലുള്ളവരാണ്. അങ്ങനെ ഈ നാമഗ്രഹത്തിലേക്ക് എത്തി. എന്തായാലും കുഴപ്പമില്ല, ഭാഗ്യം അത് എന്നോടൊപ്പമാണ്. അവന്റെ കയ്യിൽ ആ 7ാമത്തെ ഡ്രാഗൺ ബോൾ ഉണ്ട്. അത് ഉറപ്പായാലും ഞാൻ തന്നെ നേടുമെന്ന് പറഞ്ഞ് ആണെങ്കിൽ മുട്ടപ്പന്റെ പിന്നാലെ പോവാണ്. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ അതൊന്നും അറിയാതെ ഹാപ്പിയായി ഗോഹാന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ മുട്ടപ്പനെ കാണിക്കും. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹോ, ഇത്ര എളുപ്പത്തിൽ ഇത് സാധിക്കുമെന്ന് കരുതിയില്ല. എത്രയും വേഗം ഗുഹയിലേക്ക് പോകണം. അവിടെ വെച്ച് ഗോഹാനെ കൂട്ടിക്കൊണ്ടുവരണം.
അപ്പൊ അങ്ങനെ സൂം ചെയ്ത അവന്റെ തൊട്ട് പുറകിലായിട്ട് ആ ചിന്ന സയാൻ വജീറ്റ അവനാണെങ്കിൽ മൊട്ടപ്പനെ ഫോളോ ചെയ്യാണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നു അല്ലേ? ഈ ഡ്രാഗൺ ബോൾ തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ജോലി അത് പകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മുട്ട പൊട്ടിക്കുന്ന ലാഘവത്തിൽ നിന്നെ ഞാൻ തല്ലിക്കൊന്ന് ആ ഡ്രാഗൺ ബോൾ കൈക്കലാക്കും. ലാസ്റ്റ് ടൈം നീ എന്റെ നേർക്ക് വാള് വെച്ചത് ഞാൻ മറന്നിട്ടില്ല. ഇത് റിവെഞ്ചിനുള്ള സമയമാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ് അവൻ പിന്നാലെ പോവും. ഇതാ മറ്റൊരു ഭാഗത്ത് ആ മുടിയൻ സയാനെ കാണിക്കും. അവനാണെങ്കിൽ ഓരോ ഭാഗത്തായിട്ട് ഇപ്പൊ വെജീറ്റയ്ക്ക് വേണ്ടി അരിച്ചു പെറുകിക്കൊണ്ടേയിരിക്കുകയാണ്. മുക്കിലും മൂലയിലും അവൻ ആ ചിന്ന സയാൻ വെജീറ്റയെ അന്വേഷിക്കും. അവിടെ എവിടെയും അവനെ കാണാനില്ല. അപ്പോഴായിരിക്കും ഒരു പവർ അവന്റെ അടുത്തൂടെ പറന്നു പോകുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അവൻ സൂം ചെയ്ത് നോക്കും. അവൻ അന്വേഷിക്കുന്ന വജീറ്റയല്ല, മറിച്ച് നമ്മുടെ മുട്ടപ്പനാണ്. പക്ഷേ മുട്ടപ്പന്റെ കയ്യിലെ ഡ്രാഗൺ ബോൾ അത് അവനെ ആകർഷിക്കും. ആ ഡ്രാഗൺ ബോൾ അത് കൈക്കലാക്കണമെന്ന് ചിന്തിക്കുന്ന അതേ സമയം അവന്റെ തൊട്ടു പിന്നാലെ പോകുന്ന വജീറ്റയെ അവൻ നോട്ട് ചെയ്യാണ്. ഓ നോ, ഞാൻ രക്ഷപ്പെട്ടു. ഫ്രീസറിനടുത്തേക്ക് എത്രയും വേഗം എനിക്കിവനെ കൊണ്ടുപോകണം. ഉറപ്പായാലും ഈ ഡ്രാഗൺ ബോൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും. മാത്രമല്ല ജിറ്റിയെ കാണുമ്പോൾ അദ്ദേഹം ഡബിൾ ഹാപ്പി ആവുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ചിന്ന സയാന്റെ പിന്നാലെ പോവും. അല്പദൂരം മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോൾ ചിന്ന സയാന് മുടിയന്റെ പവർ അത് സെൻസ് ചെയ്യാനായിട്ട് പറ്റുകയാണ്. യു ആർ അൺബിലീവബിൾ. നീ എന്നെ ഒരു 10 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഓൾറെഡി നീ ആ മോൺസ്റ്റർ ഫോമില് എന്നോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിന്റെ പവറൊക്കെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പഴയതിൽ സ്ട്രോങ് ആണ്. എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റും. സാരമില്ല, ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും ഞാൻ ജയിക്കുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ബുൽമയാണെങ്കിൽ ഗോഹാനെയും മൊട്ടപ്പനെയും വെയിറ്റ് ചെയ്ത് ഒരു ബുക്കൊക്കെ വായിച്ച് ആയിട്ടിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ നല്ല ഫോഴ്സിൽ അവളുടെ അടുത്തേക്ക് വന്ന് ലാൻഡ് ചെയ്യും. ആ ഫോഴ്സിന്റെ പവർ കൊണ്ട് അവൾ തെറിച്ച് താഴേക്ക് വീഴുകയാണ്. ബുൽമയാണെങ്കിൽ കലിയേറി അവന്റെ അടുത്തേക്ക് വരും. നിനക്ക് അല്പമെങ്കിലും മര്യാദ എന്നോട് കാണിച്ചൂടെ? ഞാനിവിടെ ഇരിക്കുന്നത് അത് നീ കണ്ടില്ലേ? അതിനവൻ പറയും, ഐ എം സോറി, നീ ഇവിടെ ഇരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അകത്തായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ഇവിടേക്ക് വന്ന് ലാൻഡ് ആയത്. അതിരിക്കട്ടെ ഗോഹാൻ, അവനെവിടെ? എനിക്ക് എത്രയും വേഗം ആ എൽഡറിന്റെ അടുത്തേക്ക് അതിനെ കൂട്ടിക്കൊണ്ടു പോകണം. അദ്ദേഹം നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ നല്ല പെരുമാറ്റമാണ്. അദ്ദേഹം ഇല്ലാതാവുന്നതിന് മുൻപ് ഗോഹാന്റെ പവർ ഇരട്ടിയാക്കണം. ഡ്രാഗൺ ബോൾ അത് അദ്ദേഹമാണ് എനിക്ക് തന്നതെന്ന് പറയും. ഉടനെ ബുൽമയാണെങ്കിൽ തല താഴ്ത്തി, ഗോഹാൻ അവൻ ഇവിടെ ഇല്ല. ജീറ്റ അറ്റാക്ക് ചെയ്ത ആ ഗ്രാമത്തിൽ നിന്ന് ഒരു ഡ്രാഗൺ ബോളിന്റെ സിഗ്നൽ കിട്ടി. അവൻ ആ ഡ്രാഗൺ ബോൾ എടുക്കാനായിട്ട് അവിടേക്ക് പോയതാണ്. ഒരുപാട് സമയമായി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ അവൻ ഇവിടേക്ക് എത്തിയിട്ടില്ല. മൊട്ടപ്പനാണെങ്കിൽ അത്ത് കേട്ട് ഞെട്ടും. മാത്രമല്ല ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു പവർ കടന്നു വരുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. ഓ നോ, സന്തോഷത്തിനിടയിൽ ഞാൻ എന്റെ പുറകെ വരുന്ന പവർ അത് തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചില്ല. ആ വജീറ്റ അവൻ നമ്മളെ ഫോളോ ചെയ്ത് വരികയാണെന്ന് പറയും. മൊട്ടപ്പൻ അത് പറയേണ്ട താമസം അവൻ അവിടേക്ക് എത്തും. കണ്ട് മൊട്ടപ്പനും ബുൽമയും അവർ രണ്ടുപേരും ഭയപ്പെട്ട് പുറകിലേക്ക് നീങ്ങുകയാണ്. ഓ, നിങ്ങൾ ഇവിടേക്ക് എത്തിയല്ലേ? എനിക്കറിയാം നിങ്ങളുടെ ലക്ഷ്യവും ഈ ഡ്രാഗൺ ബോളാണെന്ന്. ഇതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത്. സോ മര്യാദയ്ക്ക് അതെന്റെ കയ്യിൽ തന്നെ കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല ഫൈറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ജീവൻ വെടിയാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോളൂ. അത് കേട്ട് മൊട്ടപ്പനും പുൽമയും അവർ ഷോക്കാവും. അവനാണെങ്കിൽ വീണ്ടും പറയും, എന്റെ ഒരു ശത്രു ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനുമായിട്ട് ചെറിയൊരു കണക്ക് അത് തീർക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. വളരെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് അത് വളരെ വലുതായിരിക്കും എന്ന് പറയും. അടുത്ത നിമിഷം ഇപ്പൊ മുടിയൻ അവിടേക്ക് വരികയാണ്. നമുക്കാണെങ്കിൽ മുടിയനെ കാണേണ്ട താമസം ഒരുപാട് ഇഷ്ടാവും. വാവ്, അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. അവനെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട്. എനിക്ക് അവന് ഒരുപാട് ഇഷ്ടമായെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ചദ്ദ മതിയെന്നാവും. ബുൽമ, നീ എന്തായി പറയണേ? അവര് നമ്മളെ രക്ഷിക്കാൻ വന്നൊന്നുമല്ല. അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ആമ്പിള്ളേരെ കാണുമ്പോൾ നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ബുൽമയാണെങ്കിൽ മുട്ടപ്പം പറയുന്ന മൈൻഡ് പോലും ചെയ്യാതെ അവന്റെ നേർക്ക് കൈയും കാലും ഒക്കെ വീശി കാണിക്കുകയാണ്. ഇവിടെ ആ മുടിയനാണെങ്കിൽ ഞാനോട് പറയും, നീ അത്ര വേഗം രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഈ കാണുന്ന 2 പേരല്ലേ? നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഫ്രീസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം എല്ലാ ഡ്രാഗൺ ബോൾസും ഞങ്ങൾ സ്വന്തമാക്കും. നിന്റെ ഫ്രണ്ട്സിനെയും നിന്നെയും ഞങ്ങൾ ഇല്ലാതാക്കും. അത് നിമിഷം ചിന്ന സയാനും ആ ഒരു മുടിയനും അവർ 2 പേരും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ഭയന്ന് ദൂരേക്ക് മാറും. ഉൽമയാണെങ്കിൽ ഫൈറ്റ് കണ്ട് ഇപ്പൊ മൊട്ടപ്പനോട് പറയും, ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റി. അവർ 2 പേരും ബാഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ആ ചിന്ന സയാൻ ഇപ്പോ ആ മുടിയന്റെ കണ്ണിൽ മണ്ണ് വാരിയിടും. ശേഷം അവന്റെ പുറകിൽ ആഞ്ഞടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് ഓറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. മൊട്ടപ്പനാണെങ്കിൽ ആ ഗ്യാപ്പിൽ ബുൽമയായിട്ട് ഓടാൻ ശ്രമിക്കും. പക്ഷെ ചിന്ന സയാൻ അവരെ അറ്റാക്ക് ചെയ്ത് താഴെയിടുകയാണ്. ഈ സമയം ലോങ് ഷോട്ടിൽ ഗോഹാൻ അവനാണെങ്കിൽ ആ ഡ്രാഗൺ ബോളുമായിട്ട് കടന്നു വരും. അപ്പോഴായിരിക്കും ബുൽമയുടെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു എനർജി അത് അവൻ ഫീൽ ചെയ്യുക. മുടിയനാണെങ്കിൽ വീണ്ടും ഇപ്പൊ ചിന്ന സയാന്റെ അടുത്തേക്ക് വരികയാണ്. ചിന്ന സയാനാണെങ്കിൽ അവനോട് പറയും, ഇപ്പൊ എന്റെ പവർ നിന്നെ കഴിഞ്ഞ് കൂടുതലാണ്. ഓരോ തവണ സയാൻസ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ഇവിടെ പവർ അത് ഇരട്ടിയായി വർദ്ധിക്കും. അത് കേട്ട്
ഇപ്പൊ അവൻ ഞെട്ടുകയാണ്. നിങ്ങൾ എന്നെ രക്ഷിച്ചതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഇവിടെ മൊട്ടപ്പനും കാര്യം പിടികിട്ടും. അതെ, അവൻ പറഞ്ഞ സത്യമാണ്. ഒരു തവണ ഗോക്കു അവൻ മരണത്തിനെ ഫേസ് ചെയ്യുമ്പോഴും അവൻ കൂടുതൽ പവർഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗോക്കുവും പവർഫുൾ ആയിട്ടുണ്ടാവും. അടുത്ത നിമിഷം ചിന്നസയാൻ അവൻ ചാടി വന്ന് ഇപ്പൊ ആ മുടിയനെ അങ്ങനെ തകർത്തില്ലാതാക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.